നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. SDP-യുടെ പിന്തുണയാണ് ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത്. SDP കഴിഞ്ഞ ദിവസം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകി. ഇതിനെതിരെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ BJP-യും ഒരേ സമയത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസ് SDP ധാരണയുണ്ടെന്നാണ് CPM-ന്റെ ആരോപണം. ഇടതുപക്ഷത്തിന് ഇത്തരക്കാരുടെ പിന്തുണ വേണ്ടെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകൂടൽ രാഹുൽ ഗാന്ധി തന്നെ വിശദീകരിക്കണമെന്നാണ് BJP നേതാക്കളുടെ ആവശ്യം. മതഭീകരതയുമായി കൂട്ടുകെട്ടി വയനാട്ടിലടക്കം വോട്ട് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും BJP ആരോപിക്കുന്നു. എന്തായാലും ഈ വിഷയം സജീവമായി തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ മറുപടി, തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ SDP-യുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ്. കോൺഗ്രസിന് രാജ്യത്തെ വിവിധ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി SDP-യെയും പ്രഖ്യാപിച്ചതായിരിക്കും. എന്തായാലും SDP-ഐ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടല്ല കഴിഞ്ഞ തവണ 19 സീറ്റുകളിലും വിജയിച്ചതെന്നും VD സതീശൻ പറയുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. SDP-ഐ പിന്തുണയ്ക്ക് പിന്നിൽ ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് ജിബിനാണ്, പാലക്കാട് നിന്നും. ശ്രീ ജിതിൻ, കഴിഞ്ഞ ദിവസം SDP-ഐ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പിന്തുണ സംബന്ധിച്ച് UDF-ന്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ CPM-ഉം BJP-യും എല്ലാം ഉയർത്തിയ വാദങ്ങളുമെല്ലാം താങ്കൾ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതായത് ഈ SDP-ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫണ്ടിന്റെ, അതായത് നിരോധിത സംഘടനയായ PFI-ന്റെ രാഷ്ട്രീയ രൂപമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഘടന കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട്, അതായത് പല മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കുമെന്ന് കരുതിയിരിക്കുന്ന പല ലോക്സഭാ മണ്ഡലങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസ് നഷ്ടപ്പെടും. അവിടെയെല്ലാം ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഇതര കക്ഷികളായിരിക്കും. കോൺഗ്രസ് ജയിക്കുമെന്ന് കരുതുന്ന ഷുവർ സീറ്റ് പോലും അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുപോലെ ഇതുണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇതിന്റെ അലയൊലികള് തീർച്ചയായിട്ടും സൗത്ത് മൊത്തം ബാധിക്കും. കാരണം തമിഴ്നാടും കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ തീർച്ചയായും ബാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ദോഷം ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂർ സീറ്റായിരിക്കും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സീറ്റായിരിക്കും. കാരണം അവിടെ അതിന്റെ അത്രയും നല്ല കാൻഡിഡേറ്റ് ഇത് തീർച്ചയായും അവർ ഉപയോഗിക്കും. കാരണം ഇത്രയും വലിയ ഒരു ഇങ്ങനെ ഒരു സംഘടനയുമായിട്ട് കോൺഗ്രസ് സഹകരിക്കുന്നു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് മറുപടി പറയേണ്ടത്. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയാൻ ഇരുന്നാൽ കോൺഗ്രസ് VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇവരുമായി ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ കോൺഗ്രസിനെ വിവിധ പാർട്ടികൾ, വിവിധ സംഘടനകൾ, വിവിധ മതവിഭാഗങ്ങൾ അങ്ങനെ പലരും പിന്തുണ നൽകുന്നുണ്ട്. അങ്ങനെ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി അവർ നൽകിയതാണ്, അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ചർച്ച നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ SDP ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അപ്പൊ തന്നെ നോ എന്ന് പറയാൻ കോൺഗ്രസിന് ആർജവും കാണിക്കാൻ കഴിയുന്നില്ല. ഇന്ന് തന്നെ പല നേതാക്കളും പറഞ്ഞത് ഞങ്ങൾ ആരുടെ വോട്ടും വേണ്ട എന്ന് പറയില്ല എന്നാണ്. അതായത് പോപ്പുലർ ഫണ്ടിന്റെ വോട്ട് വില SDP-ന്റെ വോട്ട് വേണ്ട പറയില്ല എന്ന് പറയുന്നതിലൂടെ ഒരു കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, 4 വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നൊരു നിലപാടാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് കൃത്യമായി പറയുന്നില്ല എന്നുള്ള നിലപാട് അത് വ്യക്തമാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സുഗുണനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സുഗുണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം? എനിക്ക് പറയാനുള്ള ഇപ്പൊ ജിതിൻ പറഞ്ഞതല്ലേ, നോ പെട്ടെന്ന് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കോൺഗ്രസ് തയ്യാറാകേണ്ട ഒരു കാലഘട്ടം. കാരണം കോൺഗ്രസിന്റെ ഒരു അവസ്ഥയൊക്കെ ജനാധിപത്യ മണ്ഡലങ്ങളിൽ ഒരു ആത്മാവിന് ജീവൻ കോൺഗ്രസ് തന്നെയാണ്. ജിതിൻ പറഞ്ഞ നോ പറയേണ്ടതായിരുന്നു. കാരണം ഇവൻ ആരാണെന്ന് കള്ളൻ അകലുമ്പോഴും അടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇവൻ കള്ളൻ തന്നെയാണ് ഈ SDP-ഐ എന്ന് പറഞ്ഞാൽ. ഒരു കാരണവശാലും അടുപ്പിക്കുന്നത്. പിന്നെ മറിച്ച് ഞാനെന്ന് ചോദിക്കട്ടെ, ഇവിടെ CPM SDP ആയിട്ട് കൂട്ടുകൂടിയിട്ടുള്ള പല പഞ്ചായത്തും പല മുനിസിപ്പാലിറ്റി സംഘടനകളും ഉണ്ടല്ലോ, ഇല്ലേ സാറേ? ഇല്ലേ? ഹലോ, ശരി, പറഞ്ഞോളൂ. അങ്ങനെ ഉണ്ട്. അപ്പൊ അതും നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ ഇത് നോ പറഞ്ഞു കോൺഗ്രസ് വരുമെന്ന്, തിരിച്ചു വരും. കോൺഗ്രസിന്റെ കാലം തീർച്ചയായും തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു പ്രേക്ഷകരുടെ വയനാട് സുധിയാണ്. ശ്രീ സുധി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? SDP-യുടെ ഒരു പിന്തുണ അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ CPM ആയാലും BJP ആയാലും. കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ പലരും പിന്തുണയ്ക്കാറുണ്ട് എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ പ്രതികരണവും. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേൾക്കാമയോ? ഉറക്കം പറയൂ. സൂഫിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ഓക്കെ, ശരി, സൂഫി പറയൂ. എന്റെ അഭിപ്രായത്തിൽ SDP നിരോധിച്ച സംഘടന വീണ്ടും തലപൊക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോ UDF. SDP നിരോധിച്ച സംഘടനയല്ല. CPയുടെ എല്ലാം രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ പറയാ, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റൊരു നിരോധിത സംഘടനയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഏതാണ്ടും അതിന്റെ ചോദ്യം മാത്രമേ മാറ്റുള്ളൂ, ഉള്ളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോ അത് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് വർഗീയ സംഘടനകളെ താലോചിക്കുന്ന ആ സമീപനം
ഉപേക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? SDPIയുടെ പിന്തുണ SDPI കോൺഗ്രസിന് പ്രഖ്യാപിക്കുന്നു, UDF പ്രഖ്യാപിക്കുന്നു. SDPIയുടെ പിന്തുണയെ ചൊല്ലി ആ വിഷയത്തെ ചൊല്ലി പലതരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ ചർച്ചയായി നിൽക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് രാഷ്ട്രീയ വിഷയമാക്കുവാൻ BJPക്ക് മാത്രമേ പറ്റൂ, CPIMന് പറ്റില്ല. CPIMും SDPIയും പല പഞ്ചായത്തുകളിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവർക്കാണ് SDPI വോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് CPM വെച്ച ഒരു കെണിയാണോ എന്ന് വരെ സംശയിക്കണം ഐക്യജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവർ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഇവർക്ക് വിഷയം വെച്ച് ആഞ്ഞടിക്കുകയും ചെയ്യാം. SDPI CPIMനെയാണ് കൂടുതൽ പിന്തുണക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭീകര പ്രവർത്തനത്തിനും അക്രമ സ്വഭാവത്തിനും സപ്പോർട്ട് ചെയ്യാൻ CPM ആണ് നിന്നിട്ടുള്ളതും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അതിനെ PFI നിരോധിച്ചു, അത് നിരോധിത സംഘടനയാണ്. പക്ഷേ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? രാഷ്ട്രീയ പാർട്ടി അങ്ങനെ നമുക്ക് ആ തരത്തിലേക്കൊക്കെ പറയാൻ കഴിയും. അങ്ങനെ പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുപോലെ പല വർഗീയ അജണ്ടകളും ഒക്കെ ഉള്ള പാർട്ടികളില്ലേ? അങ്ങനെയാണെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ സാർ. CPMന്റെ നേതാവ് പിണറായി വിജയൻ പറയും RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ശക്തമായിട്ട് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് ആർജവത്തോടെ പറയാൻ ഇടതുപക്ഷ മുന്നണി ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് തന്നെ MP രാജേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് ആർജവത്തോട് കൂടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർജവത്തോടെ പറയാൻ അവർക്ക് സാധിക്കില്ല. കേരളത്തിലെ പല പഞ്ചായത്തിലും അവർ ഭരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ കാര്യം ഭരണം ഒപ്പം നടത്തിയിട്ട് പറയുന്നില്ല. എന്താ അർത്ഥം സാറുള്ളത്? താങ്കൾ ചോദിച്ചത് പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ട കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് ആർജവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഈ SDPIയുടെ വിഷയത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു മുതലെടുപ്പിനും സാധ്യമല്ല. അതേസമയത്ത് BJP മുതലെടുക്കും എന്നുള്ളവർ ഓർത്തോളണം. മുതലെടുക്കും. കാരണം എടുക്കാതിരിക്കില്ല. കാരണം ഭീകര പ്രസ്ഥാനത്തിന് RSSനെ കൂട്ടൂർ, RSSന്റെ വോട്ട് വേണ്ടെന്ന് 40 വട്ടം പറയുന്ന പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ കേരള മുഖ്യമന്ത്രി MP രാജേഷ് അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും. താങ്കൾക്ക് പൊതുജനത്തിന് അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് ഞങ്ങൾ അംഗീകരിക്കാം. തലയിരിക്കുമ്പോ വാലാളണ്ട. എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി തന്നെ പറയണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറയണമെന്ന് വാശി പിടിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ആർജവം. അതാ മുന്നണിയുടെ ആർജവം. ബാലും തലയില്ലാത്തവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് വളച്ചൊടിച്ചതാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിന്മാറും. ഉത്തരവാദപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ഒരാൾ പറയട്ടെ. ഉത്തരവാദപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ഒരാളാണ് MP രാജേഷ്. അതിലൊരു അർത്ഥമില്ല സാർ. അവരൊക്കെ മാറ്റി പറയും. അങ്ങനെ പല മന്ത്രിമാരും MP രാജേഷ് അങ്ങനെ നേരത്തെ പറഞ്ഞത് വല്ലതും മാറ്റി പറഞ്ഞാൽ താങ്കൾക്കറിയാമോ? കുന്തോ കൊടച്ചക്രം എന്നാണ് മന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ MP രാജേഷിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം തെറ്റായി പോയെന്ന് പറയുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തില്ല. അദ്ദേഹത്തിന് അതിനുള്ള ആർജവില്ല. SDPIയുടെ വോട്ട് വേണ്ടെന്നും അദ്ദേഹത്തിന് ആർജവം ഇല്ല. അദ്ദേഹം പാലക്കാട് SDPIയുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്. ശരി, പക്ഷെ പറഞ്ഞു ഇന്ന് എന്തായാലും. എന്നാൽ താങ്കൾക്ക് കൂടി വേണമെങ്കിൽ ആ ബൈറ്റ് വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് ഇത്ര നേരം കഴിഞ്ഞാലും ആ ബൈറ്റ് കേൾക്കും. നമ്മുടെ യൂട്യൂബിലും അടക്കം ലഭ്യമാണ്. MP രാജേഷ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾ വെല്ലുവിളി? ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഒരാൾ പറയുന്നു, ഒരു പാർട്ടിയുടെ നേതാവ്, CPMന്റെ നേതാവ് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇനി അതിനടുത്ത് നിങ്ങൾ പറയുന്ന ഭാഷയിൽ തന്നെ അയാൾ പറയണമെന്നൊക്കെ പറയാൻ കഴിയുമോ? അങ്ങനെയൊന്നല്ല സർ. CAA ഇരു സഭകളും പാസ്സാക്കിയ ഒരു നിയമം, രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം CAA കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെന്താ അർത്ഥമുള്ളത്? അതുപോലത്തെ അങ്ങനെ പ്രതിരോധിക്കാൻ അവകാശമില്ലേ? ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പാക്കുമ്പോൾ ഫെഡറൽ സംവിധാനമാണ്. ഒരു സംസ്ഥാനത്തിന് ഞങ്ങൾക്ക് ഈ നിയമം നടപ്പാക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള അവകാശം കൂടി ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണല്ലോ അവരത് പറയുന്നത്. അതിനാണ് സർ ഫെഡറൽ. അതുകൊണ്ടാണല്ലോ കോടതിയിൽ പോയപ്പോൾ കോടതി സ്വീകരിച്ചത്. കോടതി കേസ് സുപ്രീം കോടതി സ്വീകരിച്ചത് അതുകൊണ്ടാണല്ലോ. അതിനെയാണ് സർ വിഘടനവാദം എന്ന് പറയുക. അതിന് വിഘടനവാദം നല്ല സാർ പറയുന്നത്. സാർ അതിന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അന്തസ്സ് എന്നാണ്. ഒരു സംസ്ഥാനത്തിന് അതിനെ ആര് ഭരിച്ചോട്ടെ, BJPയോ കോൺഗ്രസോ CPMോ ആരോ ഭരിച്ചോട്ടെ, ഒരു സംസ്ഥാനത്തിന് അവർ ഭരിക്കുന്ന ഭരണത്തിൽ അവരുടെ തീരുമാനത്തെ ഇഷ്ടമല്ല എങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള അവകാശം കൂടിയുണ്ട്. അത് നടപ്പാക്കുമോ നടപ്പാക്കില്ല എന്നുള്ള വേറെ കാര്യം. സാറ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ CAA നടപ്പാക്കില്ല കേരളത്തിൽ. അതെ, അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് കേസിന് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് തെറ്റായി പോയെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. സുപ്രീം കോടതി ഏത് പൗരനും പോകാം, മുഖ്യമന്ത്രിക്കും പോകാം. CAA രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധ്യമല്ല. സാധ്യമാണ് എന്നല്ലേ പിണറായി വിജയൻ തെളിയിച്ചത്? നടപ്പാക്കിയിരിക്കും. സാധ്യമാണ് എന്നല്ലേ പിണറായി വിജയൻ തെളിയിച്ചത്? ഞാൻ പറയാം, നടപ്പാകുമോ ഇല്ലയോ എന്നുള്ള കോടതി തീരുമാനിക്കേണ്ട വിഷയമല്ലേ? വാചകത്തിലാ. പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? എങ്ങനെ പറയണമെന്ന് താങ്കൾ മുമ്പേ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറയണമെന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയിട്ടുണ്ട്. അത് ന്യായം. കോടതിയിൽ പോകാം.
ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിക്ക് പറയാൻ പാടില്ലത്. ഭൂരിപക്ഷമുള്ള മുഖ്യമന്ത്രി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് CAA എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കോടതിയിൽ പോയിട്ടുണ്ട്. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് എതിരാണോ അല്ലയോ എന്ന്. കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയാൻ അയാൾക്ക് സാധ്യമല്ല. പക്ഷെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി സാധ്യമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് കേസിന് പോവാം സാർ, അത് എനിക്കും പോവാം. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഈ പറയുന്ന കാര്യത്തിൽ താങ്കൾ തന്നെയാണ് മുഖ്യമന്ത്രി പറയണം ആർജവത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞത്. ആ വിഷയം താങ്കൾ തന്നെ ഉന്നയിച്ചു, ഞാൻ ഉന്നയിച്ചല്ല. എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ശ്രീ PK രവീന്ദ്രൻ പിള്ളയാണ് അടുത്തത്. ശ്രീ PK രവീന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. 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 നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതാവ് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പരസ്യമായിട്ട് മാധ്യമ ചർച്ചയിൽ പറഞ്ഞതാണ് SDPI തീവ്രവാദി സംഘടനയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്ന് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ 142 മണ്ഡലങ്ങളിലും CPM-നെയാണ് അവർ സഹായിച്ചത്. ഉദാഹരണമായിട്ട് നേമം മണ്ഡലത്തിൽ 10,000 വോട്ടിന് 142 അങ്ങനെ ആയിരുന്നില്ല. അവർ ചില മണ്ഡലങ്ങളിലൊക്കെ കൃത്യം നമ്പർ ഞാൻ ഓർക്കുന്നില്ല, 40-42 സ്ഥലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തി. മറ്റിടങ്ങളിൽ അവർ ആരൊക്കെയാണ്, ഏത് മുന്നണിയാണ് പരാജയപ്പെടുത്താൻ കഴിയുന്നത് ആ മട്ടിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അങ്ങനെയായിരുന്നു എന്നാണ് എന്റെ ധാരണ. 99% CPM-ന് അവർ വോട്ട് ചെയ്ത നേമം മണ്ഡലത്തിൽ 10,000 വോട്ടിന് മേളിലുണ്ടായിരുന്നത്. ആ വോട്ട് ശിവൻകുട്ടിക്കായിരുന്നു ലഭിച്ചത്, O രാജഗോപാലിനെ പരാജയപ്പെടുത്താൻ. അതേ കണക്ക് തന്നെ ഇതേപുരത്ത് ഈ SDPI നേതാക്കന്മാർ മൊത്തവും പകല് CPM-ഉം. ഈ നേമം മണ്ഡലത്തിൽ താങ്കൾ പറയുന്ന അനുസരിച്ച് 10,000 വോട്ടാണെങ്കിൽ ഈ 2014 അവർ മത്സരിച്ച ഒരു തിരുവനന്തപുരത്ത് ഒരു കണക്കെടുക്കാൻ കഴിയുന്നത്. ആ കണക്കനുസരിച്ചാണെങ്കിൽ 4,820 വോട്ടാണ് അവർക്ക് ആകെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കിട്ടിയത്. അങ്ങനെ ഒരുത്തർക്ക് അവിടുത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 10,000-ന് മേൽ വോട്ടുണ്ടെന്ന് താങ്കൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ അറിഞ്ഞ സംഭവം 10,000-ന് മേലെ ആ നിയമസഭാ മണ്ഡലത്തിൽ. ഞാനതാ ചോദിച്ചത്. നമ്മളൊരു കണക്കല്ലേ, ഒരു പാർട്ടി പറയുന്ന അനുസരിച്ച് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 2014 ലഭിച്ച വോട്ട് 4,000 ഇഷ്ട വോട്ടാണ്. അവിടുത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് 10,000-ന് മേൽ വോട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിയമസഭയിലേക്ക് അവർക്ക് ഏതെങ്കിലും അതിന് മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 10,000 വോട്ട് കിട്ടും? വോട്ട് മാധ്യമപ്രവർത്തക സാറ് പറഞ്ഞ വോട്ട് 4,000 ചില്ലാണ് വോട്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. ആ വോട്ട് CPM-ന് അവർ പരസ്യമായിട്ട് ചെയ്ത്. അത് കണക്ക് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും CPM അവര് വോട്ട് മേടിച്ചിട്ട് മാധ്യമ ചർച്ചയിൽ വരുമ്പോൾ എല്ലാം കോൺഗ്രസിലാണ് കിട്ടിയത്. കോൺഗ്രസിന്റെ തോളെ ചാരുന്ന പണിയാണ്. CPM അവർക്ക് SDPയുടെ വോട്ട് വേണ്ട എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ സാറ് പറയട്ടെ, പരസ്യമായിട്ട് പറയട്ടെ. പരസ്യമായി MP രാജേഷാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതികരണം ആദ്യം വന്ന MP രാജേഷാണ്. MP രാജേഷ് പറഞ്ഞു വോട്ട് വേണ്ട എന്ന്. എനിക്ക് മുമ്പേ പറഞ്ഞ സഹോദരൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത സഹോദരൻ പറഞ്ഞ വ്യക്തമായ കാരണമാണ്. കാരണം പറഞ്ഞാൽ MP രാജേഷ് പറയുന്ന വേറൊരു വാക്ക്, ഗോവിന്ദൻ പറയുന്ന വേറൊരു വാക്ക്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന വേറൊരു വാക്ക്, പിന്നെ പാലക്കാടുള്ള AK ബാലൻ പറയുന്ന വേറൊരു വാക്ക്. ഇതെല്ലാം ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാടും വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പേര് വ്യക്തമായി കേട്ടില്ല. എന്തായിരുന്നു താങ്കളുടെ പേര്? രാജുകുട്ടി, ക്ഷമിക്കണം. ശ്രീ രാജുകുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടല്ല അവർ പിന്തുണ പ്രഖ്യാപിച്ചതെന്ന്. പക്ഷേ BJP-യും CPM അടക്കമുള്ള സംഘടനകൾ SDPI കോൺഗ്രസ് ബന്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. സാറേ, SDPയുടെ പിന്തുണ ആർക്ക് വേണമെങ്കിലും അവർക്ക് പ്രഖ്യാപിക്കാം, കോൺഗ്രസ് ചോദിച്ചില്ലെങ്കിലും. ഇപ്പം വീണ് കിടക്കുന്ന ഒരു അവസ്ഥയല്ല കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. കോൺഗ്രസ് തന്നെ ആണെങ്കിൽ അതേ രീതിയിൽ വരും. SDP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വീണ് കിടന്നാൽ സാർ ഇപ്പം കാണുന്നുവെങ്കിൽ സാർ എടുത്തോണ്ട് പോകും. സാർ ആണെങ്കിൽ ഇന്നതുകൊണ്ടാണ് എടുക്കരുത് എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ SDPയുടെ ഇന്ന് പിന്തുണ വാങ്ങിച്ചവരാണ് ഈ ഇടതുപക്ഷം. ഇല്ലെന്നാണെങ്കിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. അവര് രഹസ്യമായി ചർച്ച നടത്തി ഇവിടെ നടത്തിയിട്ടുള്ളവരാണ്. എന്തായാലും നമുക്ക് പരസ്യമായി പിന്തുണ വാങ്ങിയതായി അറിയില്ല. അങ്ങനെ ഒരു പരസ്യമായിട്ടല്ല സാറേ, രഹസ്യമായി പിന്തുണ വാങ്ങിയില്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100 സീറ്റ് കിട്ടണമെങ്കിൽ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് ഇവിടെ ഇറക്കി. അതെ, ഈ SDPIക്ക് അങ്ങനെ മുസ്ലിങ്ങളുടെ കംപ്ലീറ്റ്, ശ്രീ രാജുകുട്ടി, SDPIക്ക് മുസ്ലിങ്ങളുടെ കംപ്ലീറ്റ് പിന്തുണയില്ല എന്ന് മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഒരു 10%, 5% ആളുകളുടെ പോലും പിന്തുണയില്ലാത്ത, അവരുടെ വോട്ടിംഗ് കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും ദുർബലമായ ഒരു പാർട്ടിയാണ്. അങ്ങനെ ദുർബലമായ പാർട്ടിയാണ്. പക്ഷേ അവരെ ജനം ഇപ്പം ഭീകര സംഘടനയായിട്ടാണ് അവരെ. പക്ഷേ ഒരിക്കലും അവർ അങ്ങനെയുള്ളവരല്ല എന്ന്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നലത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോകത്തില്ല.
നിഷ്പക്ഷമായിട്ടും സത്യത്തിന്റെ കൂടെ നിൽക്കണം. താങ്കൾ പറഞ്ഞത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ലീഗിന്റെ വോട്ടാണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് നിർണായകമായ വോട്ടിന്റെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ SDPAക്ക് അങ്ങനെയൊന്നും ഒരു പിന്തുണയൊന്നുമില്ല. അല്ല, പിന്തുണയില്ല. പക്ഷേ ജനത്തിന്റെ മുമ്പിൽ ഒരു ഭീകര സംഘടനയായിട്ടാ. ഞാൻ ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ UDFന്റെ മീറ്റിംഗിൽ, ഞാൻ UDFന്റെ ഒരു പ്രവർത്തകനാണ്, ഞാൻ UDFന്റെ മീറ്റിംഗിൽ പറഞ്ഞു, UDFന്റെ മീറ്റിംഗിൽ തന്നെ പറഞ്ഞു, SDPAയുടെ ആണെങ്കിൽ പിന്തുണ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ദോഷം ചെയ്യത്തേ ഉള്ളെന്ന് പറഞ്ഞു. നമ്മൾ ആരെയും ഒരിക്കലും ചോദിച്ചിട്ടില്ല, നമ്മൾ ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ശരി, സതീശനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതല്ല സാറേ, സാർ ഇപ്പോഴാണെങ്കിൽ ഒരു നിഷ്പക്ഷ ചിന്താഗതിക്കാരനാണ്, സാറിന് ഇഷ്ടമുള്ളവന് വോട്ട് ചെയ്തുകൂടായിരുന്നു. അപ്പൊ അവര് അതേപോലെ പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരാൾ കണ്ണൂരിൽ നിന്നും ശ്രീദാസനാണ്. ശ്രീദാസൻ, SDPAയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചത്, ഇപ്പോൾ UDFന് അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, എന്താണ് ഒരു അവസ്ഥ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, UDFനല്ല ഇപ്പൊ ഇത് ഇന്നിപ്പോ സംശുദ്ധ രാഷ്ട്രീയമോ ആദർശ രാഷ്ട്രീയമൊന്നുമില്ല, എങ്ങനെയും ഒരു സീറ്റ് നേടുമെന്നുള്ളതാണ്. അപ്പൊ EMS പറഞ്ഞാൽ ഏത് ജഗത്താനും കൂട്ടുകൊടുക്കോ സീറ്റ് നേടും. അല്ലാതെ രീതി ഇപ്പൊ RSSും BJP ഒക്കെ വർഗീയ സംഘടനയാണ്, അതുപോലെ തന്നെ വർഗീയ സംഘടനയാണ് SDPI. RSSനെ BJPക്കാട്ടും കുറച്ചുകൂടെ മുമ്പിൽ വെക്കും. PFI RSS പിന്നെ SDPIയിൽ ഒരേപോലെയാണ്. അപ്പൊ ഇതിനിപ്പോ നോക്കാന്ന് വെച്ചാൽ ഇപ്പൊ RSSന്റെ വോട്ട് കിട്ടിയ CPM വാങ്ങൂലേ? ഇപ്പൊ ഞാൻ ഉള്ളിലേക്കൂടെ മനസ്സിലാക്കിയത് കാസർഗോഡ് ജില്ലയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരായിട്ട് BJPയുടെ വോട്ട് CPM ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലേ BJPക്കാർ? BJPന്റെ വോട്ട്, കുറച്ച് വോട്ടുകള് കേഡർ പാർട്ടിയല്ലേ, അവര് കുറച്ച് വോട്ട് തിരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെ എതിരായിട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. കാരണം വെച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ മുസ്ലിം സമുദായ പ്രകടനം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിക്കുമെന്നല്ലാതെ അതിലപ്പം വേറെ ഒരു പരിപാടിയില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു SDPAയുടെ പിന്തുണയുടെ വിഷയത്തിൽ? അല്ല, SDPAക്ക് ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് കാൻഡിഡേറ്റ് നിർത്താൻ പറ്റില്ല. അവര് ലീഗലി അവരെ ബാൻ ചെയ്തു. SDPAക്ക് അങ്ങനെ തടസ്സമൊന്നുമില്ല, അത് PFIക്കാണ്. ഇവിടെ ഉണ്ട്, എത്ര ശതമാനം ഒന്നും എനിക്കറിയത്തില്ല, ചെറിയ വോട്ട് ബേസ് അവർക്കുണ്ട്. അവർക്ക് ലീഗലി, ശ്രീ അജയകുമാർ, അവർക്ക് ലീഗലി നിർത്താൻ യാതൊരു തടസ്സമില്ല. അവർ മറ്റ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പോലെ CPMനെയും കോൺഗ്രസിനെയും BJPയെയും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് SDPAയും. അവർക്ക് നിയമപരമായി അവരെ നിരോധിച്ചിട്ടൊന്നുമില്ല. SDPAക്ക്, ഞാനതാ പറഞ്ഞത്, കേരളത്തിൽ നിങ്ങൾ BJP എടുത്താലും കോൺഗ്രസ് എടുത്താലും CPM എടുത്താലും അതേപോലെ തന്നെ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ശക്തിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് എനിക്ക് തെറ്റുപറ്റി ഞാൻ തിരുത്തുന്നു. അപ്പൊ എന്ന് പറയുമ്പോൾ അവർക്ക് ലീഗലി മത്സരിക്കാം, പക്ഷെ അവർ മത്സരിക്കുന്നില്ല. അവരുടെ വോട്ട് അവർ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്നു. അവർ കൊടുക്കുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസുമായിട്ട് എന്നും എക്കാലവും സൗഹൃദത്തിലും ചെന്നാത്തത്തിലും പോകുന്ന ഒരു കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ് അവർ. കോൺഗ്രസിന് എന്നും മൈനോറിറ്റി അപ്പീസ്മെന്റ് ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് നമ്മുടെ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയിലെ റിസോഴ്സിന്റെ ആദ്യ അവകാശികൾ, അതായത് മേജർ അവകാശം ഇന്ത്യയിലെ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ മുസ്ലിം, ഇന്ത്യയിലെ മൈനോറിറ്റി മുസ്ലിം മാത്രമല്ല, അങ്ങനെ മേജർ അവകാശം എന്നല്ല അദ്ദേഹം, ആ തരത്തിലല്ല അദ്ദേഹം പറഞ്ഞതും. എന്തായാലും മൈനോറിറ്റി എന്ന് പറയുമ്പോൾ പല വിഭാഗങ്ങൾ, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്, സിഖ് മൈനോറിറ്റി ഉണ്ട്. അദ്ദേഹം തന്നെ ഇന്ത്യയിൽ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 10 വർഷം ഇരുന്നയാളാണ് ശ്രീ മൻമോഹൻ സിംഗ്. തൃശ്ശൂരിൽ നിന്നും ജയമോൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയമോൻ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ സാർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ, ഇപ്പോ SDPI അവരെ പിന്തുണ കോൺഗ്രസിന് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് അതിനെപ്പറ്റി എനിക്ക് വേണ്ട എന്നൊന്നും ആള് തുറന്ന് പറയാൻ വലിയ കാര്യം ഇപ്പൊ പറയുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ അവരുമായി ഒരു ധാരണയിൽ അതൊരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണമാണ്. ശരിക്ക് പറയണം, ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട, ഇത് ആരും പറയില്ല. മുൻകാലങ്ങളില് CPM ആയാലും LDF ആയാലും ഇവരൊക്കെ വോട്ട് മേടിച്ച് ജയിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ വോട്ട് വരെ മേടിക്കുകയാണെങ്കിൽ പിന്നീക്കോടെ ഒരു പണി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശരിക്കും ഒരു സംഘടനയൊന്നല്ല, PFI ബന്ധമുള്ള സംഘടന തന്നെയാണ് SDPI. അതുകൊണ്ട് ഇത് ഈ വോട്ട് മേടിച്ച് ജയിച്ച എവിടെയെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് പറയണോ ഒരു കേൾക്കേണ്ടിയും വരും. മനസ്സിലായ? അപ്പോ അങ്ങനെ കൊടുക്കാൻ വേണ്ടി അത്ര വിശാലമായ വോട്ടൊക്കെ ഉള്ള ഒരു പാർട്ടിയാണോ ഈ SDPI? എന്നിരുന്നാലും PFIയും SDPI എന്ന് പറഞ്ഞ സംഘടനയിൽ കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നേമത്തന്നെ മുരളീധരൻ പോയിട്ട് അവിടെ നിന്ന് ആളെ തോൽപ്പിച്ചു പോകുന്നല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിനെ. അന്ന് കാലത്ത് SDPI പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് മുരളീധരനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുന്നതിനപ്പുറത്തേക്കുള്ള വോട്ടൊന്നും ഇതുവരെ കാര്യമായി കേരളത്തിൽ എവിടെയെങ്കിലും ലോക്സഭയിലോ നിയമസഭയിലോ തെളിയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ലേ SDPI? എന്തെന്നെയാലും അവരെ സംസ്ഥാന സമ്മേളനം, അവരെ ജില്ലാ സമ്മേളനത്തിലൊക്കെ അവരെ കണ്ടിട്ടില്ലേ?
അവരെ അതൊക്കെയുണ്ട്. പ്രകടനം പക്ഷേ വോട്ടിലൊന്നും അത് ഇതുവരെ കാര്യമായ രീതിയിലേക്ക് പല സ്ഥലങ്ങളും മത്സരിക്കുമ്പോൾ 10,000-ൽ താഴെ വോട്ടാണ് പലപ്പോഴും അവർക്ക് ലഭിക്കാറുള്ളത്. ചില മണ്ഡലങ്ങൾ മാത്രമാണ് ആകെ ഒരു 10,000-40,000 ഒക്കെ മലപ്പുറത്തോ പൊന്നാനിയിലോ ഒക്കെ മാത്രമാണ് അത്തരത്തിലേക്ക് ഒരു വോട്ട് ലഭിക്കാൻ ലഭിച്ചിട്ടുള്ളത്. തന്നെ ആയാലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു സംഘടന തന്നെയാണ് SDPI. അങ്ങനെയൊന്നും നമുക്ക് ഒരു സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ശരി, താങ്കളുടെ അഭിപ്രായം പറയാം. എന്തായാലും ഒരു അംഗീകാരമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളതും അല്ലാത്തതുമായ പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കെല്ലാം തുല്യമായ അവകാശം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അവർക്കും SDPIക്കും മത്സരിക്കാം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സാജു ആണ് കുമ്പളത്തു നിന്നും. ശ്രീ സാജു, SDPIയുടെ പിന്തുണയും അത് സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും ഒക്കെ താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആവശ്യമില്ല. വർഷങ്ങളായിട്ട് ഈ വോട്ട് കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുവെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് നിലപാടുകൾ ഇടയ്ക്കെങ്കിലും സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ. മറിച്ച് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ പ്രദേശത്തും ഏകദേശം നാമമാത്രം 10,000-10,000 താഴെ വോട്ട് ഒരു മണ്ഡലത്തിലേക്ക് ഇവർക്ക് ഉള്ളു. പക്ഷേ 10,000 വോട്ടാണെങ്കിൽ ഇന്ന് ജയം നിർണ്ണയിക്കുന്നിടത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് SDPIയുടെ പിന്തുണ എല്ലാ പാർട്ടികളും മാറിയും തിരിഞ്ഞുമൊക്കെ രഹസ്യമായും പരസ്യമായും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും കോൺഗ്രസ് ഇക്കാര്യത്തിൽ നോ പറയാനുള്ള ആർജവം കാണിക്കണം എന്ന് പറഞ്ഞവരും SDPIയുടെ പിന്തുണ ആരെങ്കിലും ഒരാൾ പിന്തുണ നൽകിയാൽ അത് വേണ്ട എന്ന് പറയേണ്ടതില്ല, രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെ പലരും പിന്തുണ നൽകും എന്ന് പറഞ്ഞവരും എന്തായാലും പരസ്പരം CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും BJP-ക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചവരും SDPIക്ക് മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ള വിഷയം ഉന്നയിച്ചവരും ഒക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ന്യൂസ് 18 പൊതുവേദി. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.